അടുത്ത വർഷം ധാരാളം നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരുന്ന ഒരു വർഷമാണ്. അടുത്ത വർഷം എന്ന് പറഞ്ഞാൽ ഏതാനും ദിവസങ്ങളേ ഉള്ളൂ. ജനുവരി 5 മുതൽ കോൺഗ്രസ് രാജ്യവ്യാപകമായിട്ട് മറ്റൊരു പ്രക്ഷോഭത്തിന് തുടക്കം കുറിക്കുകയാണ്. ഇക്കുറി അവർ പറയുന്നത് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് മഹാത്മാഗാന്ധിയെ പേരെടുത്തു മാറ്റി. അതിലുള്ള പ്രതിഷേധം മറ്റേ പുതിയ പേരിൽ രാം വന്നിട്ടുള്ളതിനാണെന്ന് അവർ പറയുന്നില്ല, കാരണം അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമല്ലോ. അതുകൊണ്ട് ഈ ഒരു പ്രക്ഷോഭവുമായിട്ട് വളരെ ശക്തമായ രീതിയിൽ അവർ മുന്നോട്ട് പോവുകയാണ്. അതായത് SIR, അതുപോലെ തന്നെ സിറ്റിസൺ ആക്ട് അമെൻഡ്മെൻറ്റ്, ഇതിനൊക്കെ എതിരെ നടന്നിട്ടുള്ളതുപോലെ അതിരൂക്ഷമായിട്ടുള്ളൊരു പ്രക്ഷോഭത്തിൽ രാജ്യത്ത് ഉണ്ടാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അവർ പോകുന്നത്. അതിന് ശക്തമായിട്ടൊരു പ്ലാറ്റ്ഫോമും ഒക്കെ തയ്യാറാക്കിക്കൊണ്ടാണ് അവർ മുന്നോട്ട് നീങ്ങുന്നത്. ഈ ഒരു പ്രക്ഷോഭം അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, അതാണ് അത് ഉദ്ദേശിക്കുന്ന ഒരു ഇഫക്റ്റ്, എത്രമാത്രം അതിനെ സ്വാധീനിക്കും? എങ്ങനെ ജ്യോതിർ ഘോഷിൻ്റെ ഒരു ഇത് വളരെ സിമ്പിളാണ്. BJP ഒരു മൂവ്മെന്റ് ഒരു സുപ്രഭാതത്തിൽ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരുപാട് സംഗതികൾ വേറെ ഉണ്ടോ. ഇപ്പം നമ്മൾ ഈ കോൺഗ്രസിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണവും മറ്റു കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. അതായത് കോൺഗ്രസിന്റെ സകല പ്രക്ഷോഭങ്ങളും പൊളിറ്റിക്കൽ അജണ്ടകളും നിശ്ചയിക്കുന്നത് BJP ആണ്. ഇപ്പൊ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇനി അങ്ങോട്ടുള്ള പ്രക്ഷോഭത്തിന് ഇപ്പൊ MGN രേഖ പദ്ധതി ഇപ്പൊ ഇട്ടുകൊടുത്തിരിക്കുകയാണ്. ഇനി ഇതുകൊണ്ട് കോൺഗ്രസ് ഇങ്ങനെ കൂടെയാണെന്നുള്ളത് നമ്പർ 1. അതായത് കോൺഗ്രസിന്റെ പ്രചരണ അജണ്ട BJP ഫിക്സ് ചെയ്യുന്നു. 2, മഹാത്മാഗാന്ധി ഇങ്ങനെ എഴുന്നേറ്റിക്കൊണ്ട് നടക്കുന്ന സമയത്ത് മഹാത്മാഗാന്ധിയെ ഒഴിവാക്കിയതിനെ ഒരു ആയുധമാക്കിയാണ് ഉപയോഗിക്കുന്നത്. ആര്? കോൺഗ്രസ് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ മഹാത്മാഗാന്ധിയെ കുറിച്ച് ഇന്ത്യൻ ജനങ്ങളിലുള്ള ആ ഒരു വൈകാരികതയെ ചൂഷണം ചെയ്ത് അത് ഉപയോഗിച്ചും അതുകൊണ്ട് മഹാത്മാഗാന്ധി ഉപയോഗിച്ച് BJP അടിക്കാം എന്നുള്ളതാണ് ഒരു കണക്കൂട്ടൽ. പിന്നെ 2, ഇത്തരം ഓരോ സംഗതികൾ ഇട്ടുകൊടുക്കുന്നതോടുകൂടി ഈ കോൺഗ്രസിന്റെ എന്താണ് ഈ രാജ്യത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു സമീപനം എന്താണ്, ഈ ഇത്രയും പകുതിയിലധികം 65% യുവാക്കളുള്ള ഈ ഇന്ത്യയിൽ, പഴയ ഇന്ത്യയല്ല, പുതിയ സ്വപ്നങ്ങളാണ്. അപ്പൊ ലോകം മുഴുവൻ മാറുകയാണ്. ഈ മാറുന്ന ലോകത്തിൽ എന്താണ് ഇന്ത്യയെ കുറിച്ചിട്ടുള്ള സ്വപ്നം മുമ്പോട്ട് ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത് എന്നുള്ള ഒരു അജണ്ടയിലേക്ക് ഒരു കാരണവശാലും കോൺഗ്രസിനെ ശ്രദ്ധ കൊണ്ടുപോകാൻ പാടില്ല. അപ്പൊ അവിടെ BJPയുടെ ഈ വികസിത് ഭാരത്, ആത്മനിർഭർ ഭാരത്, ഇങ്ങനെയുള്ള ഒരുപാട് പദ്ധതികളും ആഗോളതലത്തിലും ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി മാറിയിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് പോകുന്നു. അപ്പൊ അതിന്റെ അടുത്തേക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക് ആ ഒരു സമീപനത്തിലേക്ക് പോലും കോൺഗ്രസിന് നോക്കാൻ പറ്റാത്തൊരവസ്ഥ ഈ സ്ഥാനത്തിലേക്ക് വരുന്നു. 3ാമത്തെ സംഗതി എന്ന് പറഞ്ഞാൽ ഇപ്പോ രാഹുൽ ഗാന്ധി കോൺസ്റ്റിറ്റ്യൂഷൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രതിജ്ഞ ചെയ്തു. ഇവിടെ June 26 അതേ സമയത്ത് അതിനും മനസ്സിലാക്കിക്കൊണ്ട് June 26 ഭരണഘടനാ സംരക്ഷണ ദിനമാക്കി മാറ്റി. അതായത് അടിയന്തരാവസ്ഥയുടെ വാർഷിക ദിനം. അപ്പം അടിയന്തരാവസ്ഥയുടെ വാർഷിക ദിനം അത് പ്രഖ്യാപിച്ചപ്പം കോൺഗ്രസ് ഒഴികെ വേറെ ആർക്കെങ്കിലും മിണ്ടാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ ഏത് സംഗതി കോൺഗ്രസ് കൊണ്ടുവരുന്നു ആ കോൺഗ്രസിനെ കൊണ്ടൊരു സാധനം ഉയർത്തിപ്പിടിപ്പിക്കുക, അത് മുതലെടുക്കുക. ഇനി ഇതിന്റെ പാരലായിട്ട് ഈ പറഞ്ഞ പോലെ റാമിനെ ഈ മറ്റേ VB പദ്ധതിയിൽ റാം വരുന്നുണ്ട്. ആ റാമിനെ അവർ മുതലെടുക്കുകയും അതോടൊപ്പം തന്നെ ഇതിനേക്കാൾ വലിയ രീതിയിൽ ഗാന്ധിയുടെ, ചിലപ്പോൾ നാളെ അറിയാൻ പറ്റത്തില്ല, ഗാന്ധിയുടെ ചിലപ്പോൾ ലോകത്തിൽ തന്നെ ഇപ്പൊ പട്ടേലിനെക്കാട്ട് വലിയൊരു പ്രതിമ നാളെ സ്ഥാപിക്കണമെന്ന് അറിയാൻ പറ്റത്തില്ല BJPയുടെ. അപ്പൊ അത്തരം തന്ത്രം കൊണ്ടുവന്ന് ഇപ്പൊ തന്നെ ഗാന്ധിജി ഏറ്റെടുത്തു കഴിഞ്ഞു. ഇപ്പൊ ഗാന്ധിജി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ BJPയുടെ പക്കലാണ്. സ്വച്ഛ് ഭാരത് അല്ല, ഈ ഗാന്ധിജിയുടെ ആത്മാവാണ് ഈ പദ്ധതി എന്നാണ്. ഗാന്ധിജിയുടെ ഗ്രാമ സ്വയം എന്താ പറയുന്നത്, ആ ഒരു പദ്ധതി ഗ്രാമങ്ങളിലാണ് ഭാരതത്തിന്റെ ആത്മാവ് ഉള്ളത് എന്നുള്ള ഗാന്ധിജിയുടെ ആ പദ്ധതിയുടെ ഒരു ആവിഷ്കാരമാണിതെന്നാണ് BJP പറയുന്നത്. അപ്പൊ അവിടെയാണ് ഇനിയിപ്പം BJP അടുത്ത പ്രചാരണം തുടങ്ങാൻ പോകുന്നത്. BJPയുടെ ഇനിയിപ്പോ സ്റ്റാർലിങ്ക് വരാൻ പോവുകയാണ്, ഇന്ത്യയിൽ വരാൻ പോവുകയാണ്. അപ്പൊ ഇന്ത്യയുടെ ഗ്രാമങ്ങളിലേക്കും ഇന്റർനെറ്റ് മറ്റു സംഗതികളും വ്യാപിക്കാൻ പോവുകയാണ്. അപ്പൊ ഈ സംഗതി വരുന്ന സമയത്ത് ഈ സ്റ്റാർലിങ്ക് വരുമ്പോ ഇന്ത്യയുടെ ഗ്രാമങ്ങളിലേക്ക് BJPയും കേന്ദ്ര സർക്കാരും നേരിട്ട് എത്തുകയാണ് ചെയ്യുന്നത്. ഇന്ത്യയിലെ ഗ്രാമങ്ങളിലുള്ള ആൾക്കാരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്രത്തിൽ നിന്നുള്ള തുക നേരിട്ട് അവിടെ വരികയും ചെയ്യുന്നു. അപ്പൊ ഇത് ഈ ഗ്രാമസ്വരാജ് ശരിയാണ്, യഥാർത്ഥ ഗാന്ധിജി ആരാണ് നടപ്പിലാക്കിയതെന്ന് പറഞ്ഞിട്ടായിരിക്കും ഇനി അടുത്തത് BJP നടത്താൻ പോകുന്ന പ്രചാരണം.
തീർച്ചയായും. അവിടെ ആ. ഇതെങ്ങനെ ഈ അതേ സമയത്ത് തന്നെ ഈ കോൺഗ്രസിന്റെ ഒരു അജണ്ട എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഒരു പാപ്പരത്ത് നോക്കിക്കഴിഞ്ഞാൽ, മോദിക്കെതിരെ അല്ലെങ്കിൽ BJP സർക്കാരിനെതിരെയുള്ള ആക്രമണം മാത്രമാണ് ഇവർ എപ്പോഴും ഒരു മുഖ്യ ഇലക്ഷൻ അജണ്ടയാക്കി എടുക്കുന്നത്. അത് ഈ വർത്തമാന കാലഘട്ടത്തിൽ യോജിക്കുന്നതല്ല. കാരണം ജനങ്ങളും യുവാക്കളും എല്ലാം ഭാവിയിലേക്ക് നോക്കുകയാണ്. അവർക്ക് പ്രതീക്ഷയും വേണ്ടേ? അപ്പൊ ഈ മോഡി വിരുദ്ധത പ്രചരിപ്പിക്കുകയും അതിലൂടെ വോട്ട് നേടാമെന്നുള്ളതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. അത് നമ്മുടെ കേരളത്തിലെ KC വേണുഗോപാലിന്റെ ഒക്കെ ബുദ്ധി, ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ശേഷി അദ്ദേഹത്തിന് ഉണ്ടോന്ന് അറിയില്ല. അപ്പം ഈ വേണുഗോപാലിന്റെ ഒക്കെ ബുദ്ധിയിൽ നിന്ന് ഉദിക്കുന്നതായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള അജണ്ട ആയിരിക്കുമല്ലോ. അദ്ദേഹമാണല്ലോ ഉപദേഷ്ടാവ്, അവിടുത്തെ മുഖ്യമന്ത്രി. ഇന്ന് മഹാത്മാഗാന്ധി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, മഹാത്മാഗാന്ധിയെക്കുറിച്ച് നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, മഹാത്മാഗാന്ധിയെ വെച്ചുകൊണ്ട് പരമാവധി മുതലെടുത്തിട്ടുള്ള, ചൂഷണം ചെയ്തിട്ടുള്ളൊരു പാർട്ടിയാണ് കോൺഗ്രസ് എന്നുള്ളതാണ്. അവരെ മഹാത്മാഗാന്ധിയുടെ പേര് വെച്ചുകൊണ്ട് രാഷ്ട്രീയം കളിക്കുകയും പരമാവധി വോട്ട് നേടുകയും കൊള്ള നടത്തുകയും, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ തന്നെ ഒരുപാട് കൊള്ള നടന്നതായിട്ടാണ് പറയുന്നത്. ഇല്ലാത്ത പണി ചെയ്തു എന്ന് പറഞ്ഞ രേഖകൾ ഉണ്ടാക്കി വൻതോതിൽ അഴിമതി നടത്തിയെന്ന് പറയപ്പെടുന്നുണ്ട്, ആരോപണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ മാഷിൻ്റെ ഒരു അഭിപ്രായം എന്താ? ഈ ഒരു പ്രചാരണം എന്തെങ്കിലും സ്വാധീനം നമ്മുടെ ഈ മഹാത്മാഗാന്ധി അല്ലെങ്കിൽ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറഞ്ഞ യഥാർത്ഥത്തിൽ ഒന്നാമത്തെ ഈ UPA സർക്കാരിൻ്റെ കാലത്തുണ്ടായത് അന്ന് കോമൺ മിനിമം പരിപാടിയിലാണല്ലോ CPM-ൻ്റെ ഇടതുപക്ഷത്തിൻ്റെ സപ്പോർട്ടോട് വന്നു. ശരിക്കും പറഞ്ഞാൽ CPM-ൻ്റെ കോമൺ മിനിമം പരിപാടിക്കകത്ത് വരുന്നത് അത് പിന്നെ പിന്തുണ വിളിച്ചെടുത്ത പ്രാവശ്യം ഇത് ഇവരുടെ പരിപാടിയായിട്ട് ഏറ്റെടുത്ത് വലിയ നല്ലൊരു പരിപാടി തന്നെയാണ്. കാരണം നമ്മുടെ പോലുള്ള ഒരു രാജ്യത്ത് ഇത്തരത്തിൽ തൊഴിൽ ഉറപ്പുവരുത്തുന്ന ഒരു പരിപാടി അത് വലിയ ഗുണം ചെയ്യുന്നു, ഇപ്പോഴും ഗുണം ചെയ്യുന്നു. അപ്പോൾ അതിനകത്ത് അഴിമതി ഈ പറഞ്ഞതുപോലെ ആദ്യം ഒരു 10 തയ്യാറാക്കുമ്പോഴാണല്ലോ അഴിമതി അതൊക്കെ ഘട്ടത്തിൽ നിർത്തി പോരും. ഇപ്പോൾ ഒരുത്തന് ഇത്രയും തൊഴിൽ ചെയ്യണമെന്നുണ്ടെന്ന് തോന്നുന്നു. ഒരുത്തന് നേരത്തെ രാവിലെ മാന്തിയിട്ട് പോയിട്ട് പോയാൽ മതിയാണ്, പോക്കത്തില്ല. ഒരാൾക്ക് ഇത്രയും തൊഴിൽ ചെയ്യണമെന്ന്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇതിനകത്ത് പ്രധാനമന്ത്രിയും അല്ലെങ്കിൽ BJP-യും ഉദ്ദേശിക്കുന്നത് ഇത് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തേണ്ടെന്നുള്ളതാണ്. കാരണം മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ആളിനെ വെച്ചിട്ട് മഹാത്മാഗാന്ധിയോട് ഇത്രയും വേദനയുള്ളവരിപ്പോൾ അവരുടെ ഫ്ലെക്സിനകത്ത് പോലും മഹാത്മാഗാന്ധി ഇല്ലല്ലോ. മഹാത്മാഗാന്ധിയുടെ പടം കാണിച്ചാൽ അതാണ് ഗാന്ധി എന്ന് വിചാരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. അതുകൊണ്ട് മഹാത്മാഗാന്ധിയുടെ പടം കോൺഗ്രസിൻ്റെ ഫ്ലെക്സിലില്ല. പക്ഷേ ഗാന്ധി 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 എന്ന് പറയുന്നുണ്ട്. ഇവിടുത്തെ നമ്മുടെ കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ യുവജന നേതാവ് ഫിറോസ് അല്ലേ, ഫിറോസ് പോലും ഒരിക്കൽ പ്രസംഗിക്കുന്ന കേട്ട് നിങ്ങൾക്കറിയാമോ ആരാണ് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാൽ? രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധിയുടെ കൊച്ചുമോനാണ്. ഇതിവിടെ അവന് പോലും അറിയത്തില്ല ആരാണ് മഹാത്മാഗാന്ധി എന്ന്. അപ്പം മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ആൾക്ക് ഇന്ത്യയിലുള്ള ആ പേരിനുള്ള സ്വാധീനം, സാധാരണക്കാരനിടയിലുള്ള സ്വാധീനം വളരെ കൃത്യമായിട്ട് ദീർഘകാല അടിസ്ഥാനത്തിൽ ഏറ്റെടുത്ത് ഈ രാജ്യത്തെ കൊള്ളയടിക്കുന്നതിന് വേണ്ടി നെഹ്റു കുടുംബം വളരെ കൃത്യമായിട്ട് ഉപയോഗിച്ചിരുന്നു. അതിപ്പോഴും ഉപയോഗിക്കും. ഇപ്പം പപ്പുവിൻ്റെ പേര് റോബർട്ട് ബാദ്ര ഗാന്ധിയാണ്. നിങ്ങൾ ആലോചിച്ചോണം, ഗാന്ധിജിയുടെ ഒരു ഗതികേട്. അതുകൊണ്ടാണ് ഗാന്ധിജി ഇപ്പം ഇതിനകത്തുനിന്ന് അങ്ങോട്ട് ഈ പേര് എവിടെ വരുന്നോ അവിടെ എല്ലാം ആക്ഷേപിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുക. കാരണം വാദ്രാഗാന്ധിക്ക് വരെ മഹാത്മാഗാന്ധിയുടെ പേര് ചുമക്കേണ്ടി വരിക. മനസ്സിലാകുന്നുണ്ട്? അതുകൊണ്ട് നരേന്ദ്രമോദി പറഞ്ഞ് ഇത് ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്നു. ചർച്ചയാവട്ടെ. ഇദ്ദേഹം പറഞ്ഞതൊരു കാര്യം ശരിയാ. BJP-യുടെ അജണ്ട എന്ന് പറഞ്ഞാൽ ഭരണഘടനയുടെ വിഷയം വന്നപ്പോൾ ഏറ്റവും അവസാനം ആദ്യം തൊട്ട് അവസാനം വരെ ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആള് ഭരണഘടന ഇതിനകത്ത് ഇങ്ങനെ ഭരണഘടന കാണും. ഇപ്പോഴും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന്റെ ഭരണഘടന ഫോർമാറ്റ് കാണിക്കുന്നത് ഈ വലിപ്പത്തിലുള്ള സാധനമാണ്. ഈ വലിപ്പത്തിലുള്ള സാധനത്തിനകത്ത് ഭരണഘടനയുടെ എന്ത് ഫോർമാറ്റ് ഉണ്ടാക്കും? ബൈൻഡ് കൂട് മാത്രമേ ഉള്ളൂ. അപ്പൊ ബൈൻഡ് കൂടിന്റെ ആ വലിപ്പത്തിലും ആ അംഗീകാരത്തിലും മാത്രമേ ഭരണഘടനയെ കാണുന്ന കോൺഗ്രസ്സുകാരൻ. ഭരണഘടന ഏതൊക്കെ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടാമോ, ഏതൊക്കെ രീതിയിൽ മോശമാക്കി അവരുടെ ആവശ്യത്തിന് അതിൻ്റെ കാര്യങ്ങൾ തിരുത്താമോ, അതൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അവസാനം ഭരണഘടന തിരുത്തുക എന്നുള്ള ഈ 2024 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇലക്ഷൻ അജണ്ടയായിട്ട് ഉപയോഗിച്ചു. അവസാനം പാർലമെൻറ്റ് കൊണ്ടുവന്ന് ചർച്ച ചെയ്തില്ലയോ? ഭരണഘടന ആരാ തിരുത്തിയത്, എന്താ ചെയ്തത്, മൊത്തം പാർലമെൻറ്റ് രേഖയാക്കി BJP റോഡിലാക്കിയില്ലേ? ഇതുപോലെ തന്നെ ഗാന്ധിജി എന്താണെന്ന് അവർ മനസ്സിലാക്കി കൊടുക്കും. ഗാന്ധിജി കൊണ്ട് ഈ രാജ്യത്ത് എന്ത് കൊള്ള നടത്തി എന്നുള്ള കാര്യം BJP അദ്ദേഹം പറഞ്ഞതുപോലെ പ്രചരണമാക്കി നാട്ടുകാർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കും. കാരണം ഇതല്ല ഗാന്ധി. സാധാരണ താഴെ തട്ടുവരെ എക്കും. ഇത് ഗാന്ധി കുടുംബമല്ല, ഇത് വ്യാജ കുടുംബമാണ്.
ഗാന്ധിജി ഇന്ത്യക്കകത്ത് ചെയ്തത് വെച്ച് ഇന്ത്യ മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ സ്വാതന്ത്ര്യത്തെ വളരെ കൃത്യമായിട്ട് ഗാന്ധിജിയുടെയും കോൺഗ്രസിൻ്റെയും പേര് പറഞ്ഞ് ഈ രാജ്യത്തെ കൊള്ളയടിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു, ഇപ്പോഴും ഉപയോഗിക്കുന്നു. അതാണ് റോബർട്ട് വാദ്ര ഗാന്ധി എന്നുള്ള അതിനകത്ത് പൊളിറ്റിക്സ് തന്നെയാണ്. കാരണം ഈ കൃത്യമായ ഒരു പൊളിറ്റിക്സിലേക്ക് പോകും. അത് രാഷ്ട്രീയ പാർട്ടിയുടെ കാര്യമാണ്. കാരണം ഇപ്പൊ ഇദ്ദേഹം ഏറ്റെടുത്ത് വേളി കൊണ്ടുപോയിട്ട് അന്നേരം എല്ലാവരും തിരക്കാൻ തുടങ്ങുന്ന ഒരു സമയമാകുമ്പോൾ മറുപടി പറഞ്ഞാൽ മതിയല്ല. അതാ BJPയുടെ അജണ്ട. അത് നടക്കും. അല്ലാതെ ഇതിനകത്ത് വേറെ ഞാനീ ദുഃഖമെന്ന പോലെ വേദനിക്കത്തക്കോണുള്ള കാര്യങ്ങളൊന്നും ഈ പറയുന്ന കോൺഗ്രസിനില്ല. കോൺഗ്രസ് ഗാന്ധിജിയുടെ പേര് ഇതിനെക്കാട്ടി കൂടുതൽ നെഹ്റുവിൻ്റെ പേരിട്ടിട്ടുണ്ട്, ഇന്ദിരാഗാന്ധിയുടെ പേരിട്ടിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ട്. വേറെ പ്രബുദ്ധരായിട്ടുള്ള അതിനെക്കാട്ടിൽ എത്രയോ വലിപ്പത്തിൽ പറയാവുന്ന എത്രയോ പേര് ഈ രാജ്യത്തുണ്ടായിരുന്നു, ആരുടെയൊക്കെ പേരിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു കുടുംബ കച്ചവട ഫാക്ടറി എന്നുള്ള രീതിയിലെ കോൺഗ്രസിനെ കാണാനൊക്കെ ഇപ്പോഴും ഇന്നും കാണാനൊക്കെ തോന്നും. അത് പൊളിക്കുന്ന ഒരു സമീപനത്തിലേക്കും അവരുപയോഗിക്കുന്ന പാറ്റേണുകൾ പൊളിക്കുന്ന ഒരു സമീപനത്തിലേക്കും ഒക്കെ പോകുന്നു എന്ന് വേണം നമുക്ക്. ഇതിപ്പോൾ ഞാനൊരു കാര്യം കൂടെ ചോദിച്ചു. അതായത് ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചട്ടം. ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ ഭരണഘടനയാണ് നമ്മുടേത്. അത് ഇത്രയും ചെറിയൊരു കൊച്ചു പുസ്തകത്തിനകത്ത് പുസ്തകത്തിൻ്റെ നമ്മളീ പഠിക്കുന്ന പുസ്തകത്തിൻ്റെയൊക്കെ ഗൈഡെന്നും പറഞ്ഞ് ഉണ്ടാക്കി വെക്കുന്ന ആ ഒരു പുസ്തകമായിരിക്കണം. അത് എപ്പോഴും ഉയർത്തി കാണിക്കുക. അത് വായിച്ചു നോക്കിയിട്ടില്ല അദ്ദേഹം എന്നുള്ളത് നമുക്ക് വളരെ സ്പഷ്ടവുമാണ്. ഇനി ഞാൻ ചോദിക്കാൻ പോകുന്നത് രാമരാജ്യം എന്ന് പറയുന്ന സങ്കല്പം, അങ്ങ് പറഞ്ഞ പോലെ ഗ്രാം സ്വരാജ് എന്ന് പറയുന്ന സങ്കല്പം, അതുമായിട്ട് ചേർന്ന് പോകുന്ന ചില ചട്ടങ്ങൾ ഈ പദ്ധതിയിലുണ്ട്. ഒന്നാമത് ഗ്രാമങ്ങളിലെ കുടിവെള്ള ലഭ്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികളുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം മൂലം വരുന്ന പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള പദ്ധതികൾ ഇതിനകത്ത് ചേർത്ത് വെച്ചിട്ടുണ്ട്. സമഗ്രമായിട്ട് ആവിഷ്കരിക്കപ്പെട്ട ഒന്ന് മാത്രമല്ല, ഈ അഴിമതി ഇല്ലാതാക്കാൻ വേണ്ടി ഈ ആരാണോ ഇതിൻ്റെ ഗുണഭോക്താവ് അയാളിലേക്ക് നേരിട്ടെത്തുന്ന രീതിയിലുള്ളൊരു സ്കീമാണ്. കൂട്ടമായിട്ട് പൈസ ആർക്കും കൊടുക്കുന്നില്ല, ഓരോ വ്യക്തിക്കും നേരിട്ട്. അപ്പോൾ അത്രമാത്രം ഒരു ട്രാൻസ്പെറൻസിയും വരുത്തിക്കൊണ്ടുള്ള ഒരു പദ്ധതിയാണ് അഴിമതി രഹിതവും ഗ്രാമങ്ങൾ സ്വയം പര്യാപ്തമാവാനും വേണ്ടി പട്ടിണി കുറയ്ക്കാനും ലഘൂകരിക്കാനും വേണ്ടിയുള്ളൊരു പദ്ധതിയായിട്ടാണ് ഇത് പിന്നെ പൃഥ്വിരാജ് ചൗ അല്ലേ, അദ്ദേഹമല്ലേ ഇത് ആവിഷ്കരിച്ചിരിക്കുന്നത്, നമ്മുടെ കൃഷിമന്ത്രി നമ്മുടെ കേന്ദ്ര കൃഷിമന്ത്രി ഇത് ആവിഷ്കരിച്ചിരിക്കുന്നത്. ഈ പദ്ധതി ശരിക്കും ഡെലിവർ ചെയ്യുമോ? അതിൻ്റെ ഒരു ഉൾക്കാഴ്ച എങ്ങനെയാണ് താങ്കൾ? കാര്യം ഇതിനകത്ത് ഇപ്പം BJP ഉദ്ദേശിക്കുന്നത് ഒരു പൊളിറ്റിക്കൽ ഔട്ട്റീച്ച് തന്നെയാണ്. ഞാൻ പേര് തിരുത്താം, ശിവരാജ് സിംഗ് ചൗഹാൻ അദ്ദേഹമാണ് ഇത് ആവിഷ്കരിച്ചത്. അപ്പോൾ ഇപ്പം BJP ഒരേ സമയത്ത് ചെയ്യുന്നത് ജനങ്ങൾക്ക് അവർക്ക് ഗുണമുണ്ടാകുന്ന കാര്യമാണെങ്കിലും അതിനകത്ത് ഒരു വ്യക്തമായ അവർക്കൊരു പൊളിറ്റിക്കൽ ഗെയിൻ ഉണ്ടാവും, വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാവും. അപ്പം ഇത് ഈ വരാൻ പോകുന്ന സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 2 മാസത്തിനകം 2-3 മാസത്തിനകം ഏറി വന്ന 3 മാസത്തിനകം ഇന്ത്യയുടെ സ്വന്തമായിട്ടുള്ള AI മോഡൽ വരും. AI മോഡൽ വരികയും ചെയ്യും. ഇപ്പം സ്റ്റാർലിങ്ക് ഏകദേശം ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഗ്രാമങ്ങളിലേക്ക് കിട്ടുകയും ചെയ്യും. അപ്പം ഇതും ഈ പദ്ധതി എല്ലാം കൂടെയാണ് കോയിൻസൈഡ് ചെയ്യുന്നത്. ഇത് കോയിൻസൈഡ് ചെയ്യുന്ന സമയത്ത് ഓരോ ജനങ്ങൾക്കും നേരിട്ട് കേന്ദ്ര സർക്കാരുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, ഇപ്പം ബാങ്ക് അക്കൗണ്ടിൽ നേരത്തെ കാശ് വരുന്നത് പോലെ അങ്ങനെ ഒരു അവസ്ഥയും കൂടെ വരും. ഈ ഒരു അവസ്ഥ വന്നിട്ട് ഇത് വളരെ വ്യക്തമായിട്ട് BJPയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ BJP ഉദ്ദേശിച്ച അതേ പാതയിലൂടെയാണ് ഇപ്പോൾ കോൺഗ്രസ് നീങ്ങുന്നത്. അതായത് ഇവർ ഉയർത്തിക്കൊണ്ട് നടക്കുന്ന ഈ ഗാന്ധി കുടുംബമല്ല ഗാന്ധിജി, ഗാന്ധിജിയെ കോൺഗ്രസ് ആണ് തമസ്കരിച്ചത് എന്ന് വളരെ വ്യക്തമായിട്ടും ഇന്ത്യൻ ജനങ്ങളെ മനസ്സിലാക്കിക്കാനുള്ള ഒരു അവസരമാക്കിക്കൊണ്ട് ഇത് ഉപയോഗിക്കാൻ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവരെ ട്രാപ്പിലാക്കി കഴിഞ്ഞു. കാരണം ഇപ്പൊ തന്നെ ഇപ്പൊ സ്വച്ഛ് ഭാരത് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ ഓർമ്മ വരുന്നത്? ഗാന്ധിയുടെ കണ്ണടയാണ് ഓർമ്മ വരുന്നത്. മാത്രമല്ല ഇപ്പൊ ശശി തരൂരിനെ എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെ അദ്ദേഹം ഇപ്പോഴും കോൺഗ്രസ്സുകാരൻ തന്നെയാണ്. ഇപ്പൊ ഗാന്ധിജിയുടെ എന്തെങ്കിലും ചെറിയ അംശങ്ങള് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു കോൺഗ്രസ്സുകാരനിൽ കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ശശി തരൂരിൽ മാത്രമേ ഉള്ളൂ. മിനിമം മനുഷ്യനായിട്ട് കാണാൻ ശശി തരൂരിന് കഴിയുന്നുണ്ട്. മറിച്ച് ഇദ്ദേഹം രാഹുൽ ഗാന്ധി എപ്പോഴും വിദ്വേഷത്തെ കുറിച്ച് പറയുന്നെങ്കിലും അദ്ദേഹം എപ്പോഴും വിദ്വേഷം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുഹബത്ത് കി ദുഃഖാൻ എന്നുള്ളത് ദുശ്മൻ കി ദുഃഖാൻ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇതിനെ പൊളിച്ചു കാണിക്കുക എന്നുള്ള അജണ്ടയാണ് BJPയുടെ. അതിന് കൃത്യമായിട്ട് ആ ഒരു ട്യൂൺ അനുസരിച്ചിട്ട് ഇപ്പോ കോൺഗ്രസ് പാടുന്നു എന്നുള്ളതാണ്. ട്രാപ്പിൽ വീണ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. കോൺഗ്രസിന് ഇനി കാലമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിൻ്റെ ഒരു ഫിനിഷിങ് അല്ലെങ്കിൽ അത്തരത്തിലേക്ക് പോകുന്നു. പിന്നെ ചില ആൾക്കാർ നമ്മൾ ചിലപ്പോൾ പറയുമല്ലോ, മരിക്കാൻ കിടക്കുന്ന ആളിന് ചിലപ്പം നോക്കാം എന്നുള്ള രീതിയിലേക്ക് വരും. ആ നോട്ടം പോലും ഇനി രാഹുൽ ഗാന്ധിയുടെ പക്കലില്ല. അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ ഏൽപ്പിക്കാൻ
ഉദ്ദേശിക്കുന്നില്ല. അതിനകത്ത് കോൺഗ്രസിനകത്തൊരു വലിയ പൊളിറ്റിക്സ് ഉണ്ട്. കോൺഗ്രസിനകത്ത് അവരുടെ വീട്ടിനകത്തുള്ള ഒരു പൊളിറ്റിക്സിനകത്ത് സോണിയാഗാന്ധിയുടെ ഭാഗം എപ്പോഴും പ്രിയങ്കയുടെ കൂടെ. രാഹുൽ വേറെ ദീർഘമായിട്ട് പഠിക്കുന്നവർക്കറിയാം. അപ്പോൾ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വാർത്ത കണ്ടില്ലേ, രാഹുലിനെ തൂക്കും എന്ന് പറഞ്ഞാൽ ആരാ? വാദ്ര തൂക്കും. വാദ്ര പറഞ്ഞിട്ടുണ്ട്, ജനം ആഗ്രഹിക്കുന്നു പ്രിയങ്ക ഗാന്ധിക്ക് ഇന്ത്യ പ്രധാനമന്ത്രിയാവണം. ഏതെങ്കിലും കാലത്ത് ഇന്ത്യയുടെ അതായത് ആ പേര് പ്രൊജക്ട് ചെയ്ത് വരുവാണ്. ഇത് തന്നെ കഴിഞ്ഞ ദിവസം ഒരു എം പി പറഞ്ഞു, ഏത് സ്റ്റേറ്റിൽ നിന്നുള്ള കാര്യം ഞാൻ ഓർക്കുന്നത്, എം പി പറഞ്ഞു. അപ്പോൾ ഇത് വ്യാപകമായിട്ട് ഈ പറച്ചിൽ വരും. ഇയാൾ ഓരോ വിഷയം ഏറ്റെടുക്കുന്ന വിഷയങ്ങൾ നിരന്തരമായിട്ട് പരാജയപ്പെടുമ്പോൾ അവസാനം കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് ഇദ്ദേഹം ഇരുന്നത് കൊണ്ടാണ് കോൺഗ്രസ് രക്ഷപ്പെടാത്തതെന്ന് ഒരു സംസാരം വന്നില്ലേ? അങ്ങനെ അതിലിപ്പോൾ ഗാർഗെ വന്നു, ഞാൻ ഒഴിയുന്നു എന്ന് പറഞ്ഞ് ഇയാൾ സ്വയം ഒഴിഞ്ഞു പോകുന്നൊരവസ്ഥ. ആ അവസ്ഥയിലേക്ക് വാദ്ര, അയാളൊരു ബിസിനസ്സുകാരൻ, അയാൾക്ക് ഇന്ത്യയെ കൊള്ളയടിക്കാൻ അമ്മായിയമ്മ വേണ്ടവോളം സഹായിച്ചു. അപ്പോൾ അത് സ്വന്തം കരങ്ങളിലേക്ക് വന്നത് എത്രത്തോളം വലിപ്പത്തിൽ കൊള്ളയടിക്കാം. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഒരു റീച്ച് അതിന് സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും വന്നാൽ അത് അയാളുടെ കയ്യിലേക്ക് തന്നെ വരട്ടെ, അല്ലെങ്കിൽ അത്തരത്തിലേക്ക് ആകട്ടെ എന്നുള്ളൊരു. കോൺഗ്രസ് നശിച്ചു പോകുക എന്ന് പറയുന്നത് വലിയ അപകടകരമായ ഒരു സംഗതിയാണ്. കാര്യം ഈ കോൺഗ്രസ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഈ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിന്റെ വേരുകൾ ഇപ്പോഴും ഇന്ത്യയിൽ തളർത്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. വേരുകൾ എന്നുള്ള അവസ്ഥയിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട് സാർ. ഓക്കെ, ആ വേരുകളിലൊന്ന് ഈ പറഞ്ഞ മഹാത്മാഗാന്ധി എന്നുള്ള പേര് തന്നെയായിരുന്നു. അത് തന്നെയാണ്, തീർച്ചയായിട്ടും അതായിരുന്നു. ഇപ്പോൾ നമ്മുടെ സമയം അവസാനിക്കുന്നതുകൊണ്ട് ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്തോട്ടെ. അതിനകത്ത് ഇപ്പോൾ ഒരു ഇംപ്ലോഷൻ വരുന്നുണ്ടെന്നാണ് അദ്ദേഹം ഹുമയൂൺ കബീർ എന്നാണ് എം പിയുടെ പേരെന്ന് അതിൻ്റെ ഓർമ്മ, സബ്ജക്റ്റ് കറക്ഷൻ പറഞ്ഞിരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധി രംഗത്തേക്ക് വരണം, അതിനർത്ഥം രാഹുലിനെ കൊണ്ട് കൊള്ളില്ലെന്ന് തന്നെ പച്ചയായിട്ട് പറഞ്ഞു. കൊള്ളില്ലെന്ന ഒരു ഇംപ്ലോഷൻ ഇപ്പോൾ കുടുംബത്തിനകത്ത് നടക്കുക. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ദിഗ്വിജയ് സിംഗ് RSSനെ പ്രതി അദ്ദേഹം എന്താ പറഞ്ഞിരിക്കുന്നത്, അത് ചേർത്ത് വായിക്കണം. അവർക്ക് ശരിയായിട്ടുള്ള സാധാരണക്കാരെ വളർത്തിയെടുത്ത് മന്ത്രിമാരാക്കാൻ MP മാരാക്കാനും ഒക്കെ കഴിയുന്നുണ്ട്. നമ്മുടെ പാർട്ടിയിൽ അത് കഴിയുന്നില്ലെന്നുള്ളൂ. എല്ലാം ഒരു കുടുംബത്തിൻ്റെ തീരുമാനമാണ് എന്നുള്ളൊരു വന്നത് പറഞ്ഞ മറ്റൊരു ശശി തരൂരായിരിക്കുക ദിഗ്വിജയ് സിംഗ്. ഇതെല്ലാം കൂടെ ചേർത്ത് വരുമ്പോൾ കോൺഗ്രസ് അങ്ങ് വേദനിക്കേണ്ട, കോൺഗ്രസ് ഉണ്ടാവും. പക്ഷേ ഈ കുടുംബത്തിൻ്റെ ഒരു ആധിപത്യത്തിൽ രാഹുൽ ഗാന്ധി ഔട്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പോൾ നോക്കൂ, ഈ പ്രക്ഷോഭം നടത്തുന്നത് ആരെ ആഹ്വാനം ചെയ്തിരിക്കുന്നത്? സാധാരണ എല്ലാ പ്രക്ഷോഭം ആഹ്വാനം ചെയ്തിരിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്, എല്ലാ SIR CA എല്ലാം. പക്ഷേ ഇവിടെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി ആരുടെയും പേര് പറഞ്ഞിട്ടില്ല, അത് വർക്കിംഗ് കമ്മിറ്റി ഏറ്റെടുത്തിരിക്കുക. അപ്പം ചില മാറ്റങ്ങൾ, ഇംപ്ലോഷൻ എന്ന് പറയുന്ന ഈ സംഗതി അല്ലേ, അതുണ്ടാവുമെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. അത് കോൺഗ്രസ്സിന് നല്ലതായിരിക്കും. എങ്കിൽ പിന്നെ കോൺഗ്രസ് കുറച്ചു കാലം കൂടി അദ്ദേഹം പറഞ്ഞ പോലെ കുറച്ചു കാലം കൂടി ജീവനോടെ നിലനിൽക്കുമെന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ.